പുറത്തു കൊടുക്കലാണ് ഏറ്റവും നല്ല പ്രതികാരം. പറയാൻ മറുപടി ഒന്നുമില്ലാതെ മനുഷ്യരുടെ കണ്ണ് നിറയുന്നത് കാണാം. എത്ര അടുപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവർ ഇഷ്ടപ്പെടുന്നതുപോലെ പെരുമാറിയില്ലെങ്കിൽ അകൽച്ചയുണ്ടാകും. തീക്കനൽ കയ്യിലെടുത്തതുപോലെയാണ് ദേഷ്യപ്പെട്ടിരിക്കുന്നത്. പൊള്ളലേൽക്കുന്നത് അവനവന് തന്നെയായിരിക്കും. അത് മറന്നേക്കൂ. ഇന്നലെ എന്ന ദിവസം കഴിഞ്ഞുപോയി. ആ ദിവസത്തോടൊപ്പം അതിൽ സംഭവിച്ചതും കഴിഞ്ഞു പോകട്ടെ. ഇന്നലത്തെ പകയും ശത്രുതയും ഇന്നു വേണ്ട. ഇന്ന് നമ്മൾ പുതിയ മനുഷ്യരാണ്. ഇന്നലത്തെ ഞാനല്ല ഇന്ന്. നിങ്ങളും മാറിയല്ലോ. നിങ്ങൾ ആർക്കെങ്കിലും കരുതലും സ്നേഹവും കൊടുക്കുന്നുവെങ്കിൽ അവരോട് അത് പറയാൻ കൂടുതൽ വൈകിക്കരുത്. കാരണം അവർ പോയി കഴിഞ്ഞ് നിങ്ങൾ എത്ര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാലും ഉറക്കെ കരഞ്ഞാലും അവർ അത് കേൾക്കണമെന്നില്ല. കളങ്കമില്ലാത്ത ഹൃദയമുള്ളവർ എപ്പോഴും ബന്ധങ്ങളിൽ നിർഭാഗ്യവാന്മാരാണ്. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെയുണ്ടാകും, എന്നാൽ മനസ്സിലാക്കിയവർ അപൂർവവും. ദേഷ്യം നമ്മുടെ ദുർബലതയാണ്. ക്ഷമയും വിവേകവുമാണ് അതിൻ്റെ മറുമരുന്ന്. കോപം വന്നാൽ സ്വയം നിയന്ത്രിക്കണം. ദേഷ്യം അടങ്ങിയ ശേഷം വിവേകപൂർവ്വം ചിന്തിക്കുക. അപ്പോൾ കോപത്തിൻ്റെ നിസ്സാരത നമുക്ക് മനസ്സിലാവുകയും ക്ഷമയുടെ മഹത്വം നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. നിങ്ങൾ സ്വപ്നം കാണാറില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കെന്തോ വ്യക്തിത്വ വൈകല്യമുണ്ടെന്നാണ്. എന്താണോ തുടർച്ചയായി ചെയ്യുന്നത് നമ്മൾ അതായി തീരും. അതുകൊണ്ട് വൈദഗ്ധ്യം എന്നത് ഒരു പ്രവൃത്തിയല്ല, അതൊരു സ്വഭാവ സവിശേഷതയാണ്. അനുഭവത്തേക്കാൾ വലിയൊരു പാഠവും ജീവിതത്തേക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിലില്ല. വീഴ്ചകളിൽ ഒന്നും തന്നെ പറ്റാതിരിക്കുന്നതിലല്ല മഹാത്മ്യം, ഓരോ തവണയും എഴുന്നേൽക്കുന്നതിലാണ്. ആ ശുഭഭക്തി വിശ്വാസി എല്ലാ അവസരങ്ങളിലും ബുദ്ധിമുട്ടുകൾ കാണുന്നു. ഒപ്റ്റിമിസ്റ്റ് എല്ലാ ബുദ്ധിമുട്ടുകളിലും അവസരം കാണുന്നു. പ്രശ്നങ്ങളിൽ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. തിരിച്ചുയരാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. സ്വയം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഒന്നുമില്ലായ്മയിൽ നിന്നും വിജയം നേടാൻ സാധിക്കും. വിജയത്തിന് രഹസ്യങ്ങളൊന്നുമില്ല. തയ്യാറെടുപ്പ്, കഠിനാധ്വാനം, പരാജയത്തിൽ നിന്ന് പഠിക്കൽ എന്നിവയുടെ ഫലമാണത്. ആരെങ്കിലും നിങ്ങളെ നിരസിച്ചാൽ മോശം തോന്നേണ്ട ആവശ്യമില്ല. കാരണം ആളുകൾക്ക് താങ്ങാനാവാത്തത് കൊണ്ടാണ് വിലയേറിയ വസ്തുക്കൾ അവർ നിരസിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരോട് മത്സരിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് മത്സരിക്കേണ്ടത്. പുറത്തു കൊടുക്കലാണ് ഏറ്റവും നല്ല പ്രതികാരം. പറയാൻ മറുപടി ഒന്നുമില്ലാതെ മനുഷ്യരുടെ കണ്ണ് നിറയുന്നത് കാണാം. എത്ര അടുപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവർ ഇഷ്ടപ്പെടുന്നതുപോലെ പെരുമാറിയില്ലെങ്കിൽ അകൽച്ചയുണ്ടാകും. തീക്കനൽ കയ്യിലെടുത്തതുപോലെയാണ് ദേഷ്യപ്പെട്ടിരിക്കുന്നത്. പൊള്ളലേൽക്കുന്നത് അവനവന് തന്നെയായിരിക്കും. അത് മറന്നേക്കൂ. ഇന്നലെ എന്ന ദിവസം കഴിഞ്ഞുപോയി. ആ ദിവസത്തോടൊപ്പം അതിൽ സംഭവിച്ചതും കഴിഞ്ഞു പോകട്ടെ. ഇന്നലത്തെ പകയും ശത്രുതയും ഇന്നു വേണ്ട. ഇന്ന് നമ്മൾ പുതിയ മനുഷ്യരാണ്. ഇന്നലത്തെ ഞാനല്ല ഇന്ന്. നിങ്ങളും മാറിയല്ലോ. നിങ്ങൾ ആർക്കെങ്കിലും കരുതലും സ്നേഹവും കൊടുക്കുന്നുവെങ്കിൽ അവരോട് അത് പറയാൻ കൂടുതൽ വൈകിക്കരുത്. കാരണം അവർ പോയി കഴിഞ്ഞ് നിങ്ങൾ എത്ര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാലും ഉറക്കെ കരഞ്ഞാലും അവർ അത് കേൾക്കണമെന്നില്ല. കളങ്കമില്ലാത്ത ഹൃദയമുള്ളവർ എപ്പോഴും ബന്ധങ്ങളിൽ നിർഭാഗ്യവാന്മാരാണ്. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെയുണ്ടാകും, എന്നാൽ മനസ്സിലാക്കിയവർ അപൂർവവും. ദേഷ്യം നമ്മുടെ ദുർബലതയാണ്. ക്ഷമയും വിവേകവുമാണ് അതിൻ്റെ മറുമരുന്ന്. കോപം വന്നാൽ സ്വയം നിയന്ത്രിക്കണം. ദേഷ്യം അടങ്ങിയ ശേഷം വിവേകപൂർവ്വം ചിന്തിക്കുക. അപ്പോൾ കോപത്തിൻ്റെ നിസ്സാരത നമുക്ക് മനസ്സിലാവുകയും ക്ഷമയുടെ മഹത്വം നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. നിങ്ങൾ സ്വപ്നം കാണാറില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കെന്തോ വ്യക്തിത്വ വൈകല്യമുണ്ടെന്നാണ്.